തിരുവിതാംകൂറിൽ 1946 നടപ്പിലാക്കിയ ഭരണഘടനാ പരിഷ്കാരത്തെ തുടർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു പൊതുജന പ്രക്ഷോഭം ആരംഭിക്കുകയും ദിവാൻ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ ദിവാനായ CP ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്ന നാൾ തൊട്ട് തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുമെന്ന് അവകാശപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്ക് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും രാഷ്ട്രീയ സമരം കൂടുതൽ ശക്തമാവുകയും ചെയ്തു. പലപ്പോഴും പോലീസുകാരും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തി. തുടർന്ന് 1947 ജൂലൈ 25 സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിലെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്ന നേരത്ത് ദിവാനായ CPയെ വധിക്കാനുള്ളൊരു ശ്രമം നടന്നു. അന്ന് CP കഷ്ടിച്ച് രക്ഷപ്പെടുകയുണ്ടായത്. തുടർന്ന് അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് 19 അദ്ദേഹം ദിവാൻ സ്ഥാനം ഒഴിഞ്ഞു. തുടർന്ന് ഉണ്ണിത്താൻ പുതിയ ദിവാനായിട്ട് ചുമതലയേറ്റു. അധികം വൈകാതെ തിരുവിതാംകൂർ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതായിട്ട് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഗവർണർ ജനറലായ മൗണ്ട് ബാറ്റനെ അറിയിച്ചു. 1948 മാർച്ച് 24 പട്ടം നാണുപിള്ള മുഖ്യമന്ത്രിയായിട്ട് തിരുവിതാംകൂറിൽ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നിലവിൽ വന്നു. എന്നാൽ അധികം വൈകാതെ ജനകീയ മന്ത്രിസഭയിലും സ്വരച്ചേർച്ച ഇല്ലാതായി. തനിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതായി അറിഞ്ഞ പട്ടം നാണുപിള്ള തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് 1948 ഓഗസ്റ്റ് 22 പറവൂർ PK നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു മന്ത്രിസഭ അധികാരമേറ്റു. പിന്നീട് 1949 ജൂലൈ 1 തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും തമ്മിൽ ഒന്നിച്ച് തിരുക്കൊച്ചിയായി മാറി. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ തിരുക്കൊച്ചിയുടെ രാജപ്രമുഖനുമായി മാറി.